ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഫ്രൈഡേ. അപ്പം ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കപ്പ് ചായ മാത്രം വെച്ചു. പിന്നെ മസാല ദോശ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഇക്ക ഓഫീസിൽ പോകാറുണ്ട്. അപ്പോൾ വെളുപ്പിന് തന്നെ ഓഫീസിൽ പോയി. സാറ ഇന്ന് സ്കൂളിൽ പോയി. സാറായ്ക്ക് ഇന്ന് റെഗുലറായിട്ടുള്ള ക്ലാസ് അല്ല. മോൾക്കിന്ന് സബീൽ പാർക്കിൽ അങ്ങനെ കുറച്ച് പിക്നിക്ക് പരമായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മോളും കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇക്ക ഇന്ന് വെളുപ്പിനെ ഓഫീസിൽ പോയി. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കുക്കിംഗ് ചെയ്യാൻ, അതുമാത്രമല്ല കുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല, നല്ല ഒരു മസാല ദോശ കഴിക്കാൻ തോന്നി. അപ്പോൾ മസാല ദോശ ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്ത ടൈമിൽ നമ്മൾ ചായയും പോയി വെച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എത്തി. സാമ്പാറും അതുപോലെ തന്നെ 2 ടൈപ്പ് ചമ്മന്തിയും 1 കപ്പ് ചായ എല്ലാം കൂടെ ചേർത്തിട്ട് എൻജോയ് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കുറച്ച് പൊട്ടറ്റോയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ ആ ഒരു ഫില്ലിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. എനിക്ക് പൊട്ടറ്റോ ഫില്ലിംഗ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം 2 പേരയ്ക്ക ഇരുന്നു. അപ്പോൾ പേരയ്ക്ക കട്ട് ചെയ്തു. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരുപാട് പഴുത്തുപോയ പേരയ്ക്കയല്ല, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള, പഴുത്തതാണ് എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള മസാല ദോശ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പം പിന്നെ പോരാത്തതിന് 2-3 ദിവസമായി ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും കറികളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേനും കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കാൻ തോന്നി. അപ്പോൾ മുരിങ്ങയില. അപ്പോൾ ഇന്ന് കുറച്ച് ഒരുപാടൊന്നുമല്ല, ലൈറ്റായിട്ട് 1-2 കൂട്ടം കറികളും വെച്ച് കുറച്ച് ചോറും വെച്ച് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കെട്ട് മുരിങ്ങയില ഇരുന്നു. അപ്പോൾ ഇല ഓരോന്നോരോന്ന് പിച്ചി വെള്ളത്തിലേക്കിട്ടു. നന്നായിട്ട് കഴുകി മാറ്റിയെടുക്കുകയാണ്. ഞാൻ മുരിങ്ങയിലയുടെ ഇല അരിയുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഒതുക്കി തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് അങ്ങ് വെക്കുകയാണ്. പിന്നെ ചിക്കൻ. അപ്പോൾ ചോറിന് ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് മുരിങ്ങയില തോരനും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറിയും. അപ്പോൾ ചിക്കൻ കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും പീസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ ഒന്ന് എരിവൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഞാനിങ്ങനെ റെഡിയാക്കി വെക്കാറുണ്ട്. പിന്നെ ഞാൻ ചോറ് വെക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ വലിയ കുക്കറിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ചെറിയ കുക്കറിലേക്കാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് റൈസും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ചെറിയ സ്പൂണും കൂടി അതിലേക്കിട്ടു. അത് കുമിഞ്ഞങ്ങ് വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ മോളുടെ ബസ് ടൈം ആയിട്ടുണ്ട്. അപ്പം മോളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പോവുകയാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്നും അവൾ റിട്ടേൺ വരുന്ന ഒരു ടൈമിനെക്കുറിച്ച് എന്നും നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇന്നെന്ന് പറയുന്നത് അവർ പറഞ്ഞിരുന്നു ലേറ്റ് ആവും, അപ്പോൾ വരുന്ന ടൈം ആകുമ്പോഴത്തേനും വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചു. ഞാൻ ആ ഒരു ടൈം അനുസരിച്ച് താഴേക്ക് പോയി. ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെ സബീൽ പാർക്കിൽ, അപ്പോൾ സ്കൂളിൽ നിന്ന് സബീൽ പാർക്കിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഭയങ്കര 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അവൾക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വയ്യായ്കയും ഫീവറൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ ഈ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡൗട്ടായിരുന്നു, പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടായിരുന്നു. എന്താണേലും ആൾ ഓക്കെ ആയി. അപ്പോൾ റെഡിയാക്കി വെളുപ്പിനെ തന്നെ വിട്ടിരുന്നു. ഒരു 5:30-6 ഒക്കെ ആയപ്പോൾ വിട്ടു. അതിനുശേഷം ഒരു 12 ഒക്കെ ആയപ്പോഴത്തേനും അവർ റിട്ടേൺ എത്തി. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ലാസ്റ്റായിട്ട് കൊണ്ടുപോയിരുന്നത് നമ്മുടെ ദുബായ് മോൾ അക്വേറിയം കാണാനായിരുന്നു, അക്വേറിയം വിസിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ മക്കളെയുമായിട്ട് സബീൽ പാർക്കിലാണ് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഭയങ്കര ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ വരുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക്. അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ ബാക്ക് ടു ലഞ്ച് കുക്കിങ്ങിലേക്ക് ഞാൻ കയറുകയാണ്. അപ്പോൾ ഞാൻ
എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് മുരിങ്ങയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ്, ഒരു പിടി തേങ്ങായും കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, പിന്നെ ഗ്രീൻ ചില്ലി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു ഗാർലിക്ക്, പിന്നെ കുറച്ച് കൊച്ചുള്ളി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരച്ചൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ ഞാൻ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മുരിങ്ങ ഇലയുണ്ടല്ലോ, ഇല ഒന്ന് ഞാൻ വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ അരപ്പ് ക്രഷ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുരിങ്ങയിലെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണല്ലോ, വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ നോർമൽ ചീരയുണ്ടല്ലോ, പച്ചച്ചീര, ചുമലച്ചീര, അത് വെച്ച് നോക്കുമ്പോഴത്തേനും മുരിങ്ങയില എന്ന് പറയുന്നത് ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ റേറ്റ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, കാരണം ഇത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് മുരിങ്ങയില ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടത്തിൻ്റെ മാത്രമല്ല, കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മുരിങ്ങയില വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ മുരിങ്ങ ഇല വെക്കുന്നതും അതുപോലെ തന്നെ ചീരത്തോരൻ വെക്കുന്നതുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറിനാണെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണിപ്പോൾ. പണ്ടൊക്കെ ഇത്രയും ഇഷ്ടമല്ലായിരുന്നു ഇല കറികളൊക്കെ, പക്ഷേ ഇപ്പോൾ എന്തോ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ചോറൊക്കെ ഊറ്റി മാറ്റി നമ്മുടെ റെഡിയായി, ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സ്പീഡിൽ കുക്ക് ചെയ്യണം. സാറയെ നല്ല വിശന്നാണ് വന്നിരിക്കുന്നത്. സാറ വിശന്ന് വന്നാലും സാറാക്ക് രാവിലെ ഞാൻ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ചോറും കറികളൊക്കെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊളിച്ച് ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ബാക്കിയെല്ലാം അരിഞ്ഞ് വാട്ടി എടുക്കും. അങ്ങനെ ഓരോരോ സ്പീഡിൽ ഓരോ കാര്യങ്ങളാണ്. ഞാനിത് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇന്ന് ലഞ്ചിന് ഇക്ക ഇല്ല. അപ്പോൾ ഫ്രൈഡേ ആണ്, ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ട് ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു മുരിങ്ങയില തോരനും മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം ചിക്കൻ കറി വെക്കാം എന്ന് ഫ്രൈ ചെയ്യാതെ ചിക്കൻ കറി വെക്കാം എന്ന് പ്ലാൻ ചെയ്തത്. അതാകുമ്പോൾ വേണമെങ്കിൽ ഡിന്നറിന് എടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമല്ലോ, ആ ഒരു കാൽക്കുലേഷനിലാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തു. പിന്നെ എൻ്റെ കറി എന്ന് പറയുന്നത് നോർമലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിങ്ങിന് വിശേഷം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും നോൺ വെജ് വെക്കുമ്പോൾ ഒരു പിടി ഉലുവ ഇടും. അതിനുശേഷം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു, ആ പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം ഒരു 3 സവോള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടു. അതിനുശേഷം ഒരു പിടി കറിവേപ്പില, ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ പിന്നെ കുക്കിങ് ലഞ്ച് എന്ന് പറയുന്നത് നമുക്കധികം വിശപ്പൊന്നും ആയില്ല. കാരണം രാവിലെ ഹെവി ആയിട്ടൊരു മസാല ദോശയും ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചത് കൊണ്ട് വലിയ കാര്യമായിട്ട് വിശക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഈ ഫ്രൂട്ട്സ് കഴിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതുകൊണ്ട് തന്നെ വളരെ സാവകാശം പതിയാണ് ലഞ്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം തക്കാളി എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ കറിക്ക് ബാക്കി മട്ടൻ, ബീഫ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് കുറച്ച് കൂടുതൽ തക്കാളി ഇടും. ഒരു ചെറിയ തക്കാളി ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ വഴണ്ടതിന് ശേഷം ഞാൻ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, പൊടികൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി വെക്കുന്നു. അതിനുശേഷം അടച്ചു വെച്ചും കുറച്ച് നേരം, കാരണം പൊടികളുടെ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചൊക്കെ വേവിച്ചു. അതിനുശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂറായി. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇത് ചിക്കനും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമുക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്
അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റായി. ഇതാ തൊട്ടപ്പുറത്ത് നമ്മുടെ മുരിങ്ങയില തോരൻ്റെ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ തോരൻ്റെ കൂടെ ഇങ്ങനെ ഫിഷ് കറി, അതുപോലെ തന്നെ ചിക്കൻ കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ മുരിങ്ങയില തോരൻ്റെ കൂടെ അല്ലെങ്കിൽ ചീരത്തോരൻ്റെ ഒക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം, നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അത്രത്തോളം ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അപ്പം എനിക്ക് ചോറിന് ചിക്കൻ കറി എന്ന് പറയുന്ന ഐറ്റം ഭയങ്കര, എനിക്ക് ഈ ചോറിന് ബീഫ്, ചിക്കൻ, അതുപോലെ തന്നെ മട്ടൻ കറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ കറി അങ്ങനെ ഒഴിച്ച് കഴിക്കൽ കുറവാണ്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ചോറിൻ്റെ കൂടെ ഈ കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അതൊന്ന് ഓപ്പൺ ചെയ്തതാണ്. ചിക്കനൊക്കെ അത്യാവശ്യം വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി ഇനിയും വേണമെങ്കിൽ ഗ്രേവി വെള്ളം ഒഴിച്ച് നീട്ടാം. അപ്പോൾ ഞാൻ ഒരുപാട് ലൂസാക്കുന്നില്ല, ഒരു സെമി ഗ്രേവിയാണ്. റോസ്റ്റ് പോലെയുമല്ല, എന്നാൽ ഒരുപാട് ലൂസും ആക്കുന്നില്ല, ഒരു സെമി ഗ്രേവിയുടെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒന്നും ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇക്ക എന്ന് പറയുന്നത് ഫ്രൈഡേ ലഞ്ച് കഴിക്കാൻ എത്തിയില്ല. കാരണം ഇക്കക്ക് കുറച്ച് ഓഫീസ് ബിസിയും കാര്യങ്ങളൊക്കെ കാരണം ഇക്ക ലഞ്ച് കഴിക്കാൻ എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറ് വിളമ്പി, പിന്നെ കുറച്ച് കൂടുതൽ മുരിങ്ങയില തോരൻ വിളമ്പി. അപ്പോൾ ഈ മുരിങ്ങയിലത്തോരൻ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചിട്ട് 3-4 ദിവസം ആയായിരുന്നു. അപ്പോൾ ശരിക്കും ഫീവറും കാര്യങ്ങളൊക്കെ കാരണം ചോറ് വെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ ഞാൻ ഇത് ചീത്തയായി പോകും എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ 3-4 ദിവസം അത് സെറ്റായിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിന് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് നല്ല ചൂട് മുരിങ്ങയില തോരൻ, അത് തോരൻ കുറച്ച് കൂടുതലൊക്കെ ഇട്ടു. അതിനുശേഷം കുറച്ച് കൂടുതൽ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഒഴിക്കുകയാണ്. എനിക്ക് പപ്പടം, മുട്ട, അച്ചാറ് അവക ഐറ്റംസ് ഒന്നും വേണ്ട. കാരണം ഇക്ക കുറച്ചുകൂടെ കഴിക്കാൻ വരും. അപ്പോൾ ഇക്ക വരുന്ന സമയത്ത് നമ്മൾ മുട്ട പൊരിക്കലും അതുപോലെ തന്നെ പിക്കിള്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ചും കൂടെ ഐറ്റംസൊക്കെ കൂടുതൽ വിളമ്പും. ഇക്കക്ക് ഇതിൻ്റെ കൂടെ കേട് വേണം. അപ്പോൾ കട്ട തൈരൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കതൊന്നും വേണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് കഴിക്കുന്നുള്ളൂ, എനിക്കിത് തന്നെ ധാരാളം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചോറും അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ, ചിക്കൻ കറി, പിന്നെ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഞാൻ ടേബിളിലേക്ക് എനിക്ക് കഴിക്കാനുള്ളത് മാത്രം ഞാൻ ടേബിളിലേക്ക് എടുത്തു. അത് ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ സാറായ്ക്ക് ഇതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ പ്ലേറ്റിലേക്ക് വിളമ്പി സാറായ്ക്ക് ഞാൻ വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറും അതുപോലെ തന്നെ തോരൻ ഇപ്പോൾ എടുത്തു, പിന്നെയും കുറച്ചും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചീരത്തോരൻ, അതുപോലെ തന്നെ മുരിങ്ങയിലത്തോരൻ, ഈ നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാഴക്കൂമ്പ് തോരനുണ്ടല്ലോ, വാഴച്ചുണ്ട് തോരൻ, അത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു. പക്ഷേ ഇവിടെ അത് അറിയാവുന്നതുപോലെ നോക്കിയെടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അത് വാങ്ങിച്ചിട്ട് അത് കയ്പ്പായതുകൊണ്ട് അത് കളയുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഫിനി എനിക്ക് ഫ്രഷ്ലി വാഴച്ചുണ്ട് തോരനൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നു. അങ്ങനെ അതുപോലെ ഈ നാടൻ ഐറ്റംസ് ഇങ്ങനെ ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുരിങ്ങയില തോരനും അതുപോലെ തന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ പീസസും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോറെന്ന് പറയുന്നത് എന്നും ഉച്ചയ്ക്ക് നിർബന്ധമായിട്ട് കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് നന്നായിട്ട് ചോറ് കഴിക്കണം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച്
ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോറ് വേണ്ടാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ഒരു 3-4 ദിവസമൊക്കെ ചോറ് ഉണ്ണാതെ ഇരിക്കും. പിന്നെ 5-ാമത്തെ ദിവസമായിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട 1-2-3 കറികൾ വെച്ചിട്ട് ഞാൻ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മിച്ചമോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ കഴിക്കുന്നത്. അതും എനിക്ക് ഇഷ്ടമാണ്. അതും എനിക്ക് മടിയില്ല. കാരണം എന്താ പറയുക, ചോറ് കഴിക്കാൻ തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാനിങ്ങനെ ചോറെടുക്കാറുള്ളൂ. പിന്നെ അതിനുശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം മോൾക്ക് എന്തെങ്കിലും മധുരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോക്കോ ചിപ്സിൻ്റെ ചോക്ലേറ്റ് കുക്കീസ്, അപ്പോൾ അത് 1-2 ഞാൻ കൊടുത്തതാണ്. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും നഗ്ഗറ്റ്സും ടൊമാറ്റോ കെച്ചപ്പും. അത് ഞാൻ ചായ വെച്ചില്ല, കാരണം ഇക്ക എത്തിയിട്ടില്ല. ഇക്ക നല്ല ബിസിയാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ ഡിന്നറിന് ഇക്കാക്ക് ചോറ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്ത ചോറും കറികളൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും ഇക്കാക്ക് ഞാൻ ഡിന്നറിന് കൊടുക്കുന്നത്. ഞാനിനിയിപ്പം ഡിന്നറിന് ചോറല്ല കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ഓൾറെഡി ചോറ് കഴിച്ചല്ലോ. അപ്പോൾ നമ്മൾ നഗ്ഗറ്റ്സ്, നല്ല അടിപൊളി ടേസ്റ്റി നഗ്ഗറ്റ്സ് ടൊമാറ്റോ കെച്ചപ്പൊക്കെ മുക്കി ഞാനും മക്കളും കഴിച്ചു. അപ്പോൾ ചായ വെക്കുന്നില്ല, കാരണം ഇക്ക ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ കൂടുതൽ ഈവനിങ്ങിന് ചായ വെക്കാറ്. ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചായ വെക്കാറില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി കാഷ്യൂനട്ട്. അപ്പോൾ വളരെ അടിപൊളി ടേസ്റ്റായിരുന്നു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് അത് കഴിച്ചു. ഇപ്പോൾ പ്ലെയിൻ കാഷ്യൂനട്ട് കഴിക്കാനായിട്ട് ഒരു മടിയാണ്. ഇതുപോലുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐറ്റംസ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. പിന്നെ ഇക്ക ഓഫീസൊക്കെ വിട്ട് വന്നപ്പോൾ നമുക്ക് ചിക്കിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തു, ഒന്ന് ഓപ്പൺ ചെയ്തതാണ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്ന് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ബ്രോസ്റ്റഡ് ചിക്കനിൽ നോർമൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. നമ്മൾ മറ്റേ ബോൺലെസ് പീസസ് ഉണ്ടല്ലോ, ചിക്കൻ ഫിംഗർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതാണ് ഒരു 10 പീസോളം ഉള്ള ചിക്കൻ ഫിംഗേഴ്സും. ഇതൊരു സ്പെഷ്യലാണ്, ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ചിക്കനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഫ്രൈഡ് ചിക്കൻ തന്നെ ആണ്, നമ്മുടെ ബാർബിക്യൂ സോസൊക്കെ ഒഴിച്ചിട്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള പുതിയൊരു ഐറ്റം ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് ബാർബിക്യൂ പിസ്സ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാർബിക്യൂ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ചിക്കൻ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കോൾസ്ലോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ബണ്ണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ്, പിന്നെ നമ്മളൊരു മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് സോസ് വാങ്ങിച്ചു. അങ്ങനെ ചിക്കിങ്ങിൽ ഇപ്പോൾ വിൻ്റർ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. വിൻ്റർ ഓഫർ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഓഫറാണ്, വൻ ഓഫേഴ്സാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ വലിയ ഫാമിലി പാക്കും കാര്യങ്ങളും ഒക്കെ വളരെ ചെറിയ റേറ്റിന് വിൻ്റർ ഓഫർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് മാഷ്ഡ് പൊട്ടറ്റോ ഇത് കഴിക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി സോസൊക്കെ ഒഴിച്ചിട്ട് മാഷ്ഡ് പൊട്ടറ്റോ, നല്ല നല്ല ബട്ടർ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോ. പിന്നെ ഞാനിതാ കഴിക്കാനെടുത്തത് ചിക്കൻ സ്ട്രിപ്സും അതുപോലെ തന്നെ ഒരു ബണ്ണ്, കുറച്ച് ഫ്രൈസ്, പിന്നെ കോൾസ്ലോ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് കോൾസ്ലോ എന്ന് പറയുന്നത്.